മൗലിദുകൾ മദ്ഹുൻ നബി എന്ന് പറയുന്നതും ഒക്കെ ഹിജ്റയുടെ 300-ന്റെ മുമ്പ് അഥവാ സ്വഹാബത്തിൻ്റെ കാലത്തു തന്നെ നടന്നിരുന്നു എന്നത് നാം മനസ്സിലാക്കിയതാണ്. അതേസമയം മൗലിദ് എന്നത് ഒരു ഖാസായ ഒരു നാമമാണ്. അമലുൽ മൗലിദ് ഇത്വാമു ത്വാമും മദ്ഹും എല്ലാം ഉൾക്കൊള്ളുന്നതിനാണ് അമലുൽ മൗലിദ് എന്ന് പറയുന്നത്. അതേസമയത്ത് ഖിറാഅത്തുൽ മൗലിദ് എന്നത് അമലുൽ മൗലിദിൻ്റെ ഒരു ഭാഗമാണ്. മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇർഹാസാത്തുകളും മറ്റും ഉൾക്കൊള്ളുന്ന കവിതകളും ഗദ്യങ്ങളും പദ്യങ്ങളുമായി കൊണ്ട് ഉണ്ടാക്കിയ ആ രചനകൾക്ക് ഖാസായിട്ട് പറയുന്ന നാമമാണ് മൗലിദ്. അത് അനേകം പണ്ഡിതന്മാർ രചിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മൗലിദുകളെ പറ്റിയുള്ള രചന തന്നെ ഏതെല്ലാം മൗലിദുകളാണ് രചിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് തന്നെ ബഹുമാനപ്പെട്ട ഖത്വാനി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. അതിൽ 125ഓളം മൗലിദുകളെക്കുറിച്ച് ബഹുമാനപ്പെട്ടവർ പരാമർശിച്ചതായി കാണാൻ കഴിയും.